മലപ്പുറം തിരൂരിൽ സിപിഐഎം പോളിറ്റ് ബ്യൂറോ അംഗം എ വിജയരാഘവനെതിരെ ഫ്ലക്സ്. സേവ് സിപിഐഎം എന്ന പേരിലാണ് ഫ്ലക്സ് വെച്ചിരിക്കുന്നത്. SDPI നേതാവിനൊപ്പമുള്ള എ വിജയരാഘവന്റെ വീഡിയോ കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു. ഗോകുൽ കെ വേണുഗോപാൽ മലപ്പുറത്ത് നിന്ന് വിശദാംശങ്ങളുമായി ചേരുകയാണ്. ഗോകുൽ, തെരഞ്ഞെടുപ്പിന് മുൻപും ശേഷവും ഒക്കെ CPIM ഉള്ളിൽ തന്നെ ഒരു ആഭ്യന്തര ശുചീകരണം ആവശ്യമാണ് എന്നത് സാധാരണ പാർട്ടിക്കാർ വരെ ആവശ്യപ്പെടുന്ന കാര്യമാണ്. ഇപ്പോൾ ഇത്തരത്തിൽ ഫ്ലെക്സ് ബോർഡുകൾ പലയിടത്തും വരുന്നുണ്ട്. ഈ തിരൂരിൽ വന്ന ഫ്ലെക്സ് ബോർഡിൽ എന്താണ്? ഇന്ന് വൈകിട്ടാണ് തിരൂർ ജംഗ്ഷനിൽ ഇത്തരത്തിലുള്ള സേവ് CPIM എന്ന പേരിൽ ഒരു ഫ്ലക്സ് ബോർഡ് സ്ഥാപിച്ചിരിക്കുന്നത്. എ വിജയരാഘവനെതിരെയാണ്, CPIMന്റെ പോളിറ്റ് ബ്യൂറോ അംഗമായിട്ടുള്ള എ വിജയരാഘവനെതിരെയാണ് ഫ്ലക്സ് വെച്ചിട്ടുള്ളത്. വർഗീയവാദികളെ കൂട്ടുപിടിച്ച് പാർട്ടിയെ വിറ്റുകാശാക്കി ഇവനല്ലേ ശരിക്കും പരനാറി, ഇവരോടല്ലേ കടക്കുപുറത്ത് എന്ന് പറയേണ്ടത് എന്നാണ് ഫ്ലക്സ് ബോർഡിലുള്ളത്. DYFI തൃക്കണ്ടിയൂർ വില്ലേജിന്റെ മുൻ സെക്രട്ടറി ആയിരുന്ന കുന്നത്ത് ഷൌക്കത്ത് അലിയുടെ നേതൃത്വത്തിലാണ് ഇന്ന് വൈകിട്ട് ഫ്ലക്സ് വെച്ചിട്ടുള്ളത്. SDPI നേതാവിനൊപ്പമുള്ള എ വിജയരാഘവന്റെ വീഡിയോ കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു. അതിന്റെ പശ്ചാത്തലത്തിലാണ് ഫ്ലക്സ് ബോർഡ് വെച്ചിട്ടുള്ളത് എന്ന് ഈ കുന്നത്ത് ഷൌക്കത്തിലെ 24 പറഞ്ഞിട്ടുണ്ട്. വിജയരാഘവൻ വർഗീയ ശക്തികളെ കൂട്ടുചേർത്ത് പാർട്ടിയെ നശിപ്പിക്കുകയാണ്, ജില്ലയിലെ പല പരാജയങ്ങൾക്കും കാരണം വിജയരാഘവനാണ് എന്ന് കുന്നത്ത് ഷൌക്കത്ത് അലി പറഞ്ഞിരുന്നു. അതേസമയം ഈ SDPI നേതാവിനൊപ്പമുള്ള വിജയരാഘവന്റെ വീഡിയോയിൽ വിശദീകരണവുമായി CPMന്റെ മലപ്പുറം ജില്ലാ സെക്രട്ടേറിയറ്റ് രംഗത്ത് വരികയും ചെയ്തിട്ടുണ്ടായിരുന്നു. ജില്ലാ കമ്മിറ്റി അംഗത്തിന്റെ സഹോദരന്റെ ഹൗസ് വാമിങ്ങിനായിരുന്നു വിജയരാഘവൻ പങ്കെടുത്തത് എന്ന തരത്തിലുള്ള വിശദീകരണമാണ് വന്നിട്ടുള്ളത്. ഇപ്പോൾ CPMന്റെ ഏരിയ കമ്മിറ്റി യോഗങ്ങളൊക്കെ നടക്കുന്ന ഒരു സമയമാണ്. ആ ഘട്ടത്തിലാണ് ഇപ്പോൾ വിജയരാഘവനെതിരെ പരസ്യമായിട്ട് ഒരു പ്രതിഷേധം, അതും പകൽ വെളിച്ചത്തിൽ തന്നെ സ്ഥാപിച്ചിട്ടുള്ളത്. അത് കീറാനുള്ള ശ്രമം നടന്നിട്ടുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ആ ഫ്ലക്സ് ബോർഡ് CPM പ്രവർത്തകർ കീറാനുള്ള ശ്രമം നടത്തുകയും കുന്നത്ത് ഷൌക്കത്ത് അലി ഉൾപ്പെടെയുള്ള ആളുകൾ അത് പിന്നീട് തുന്നിച്ചേർക്കുകയും ചെയ്തിട്ടുണ്ട്. ശരി, എന്തായാലും പാർട്ടിയിൽ ഒരു ആഭ്യന്തര നവീകരണം ആവശ്യമാണ് എന്ന് പറയുന്ന പലരും ഇതിന്റെ പിന്നിൽ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഗോകുൽ കെ വേണുഗോപാലാണ് മലപ്പുറത്ത് നിന്ന് വിശദാംശങ്ങളുമായി ചേർന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.